പ്രത്യാശകൾ നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങൾക്ക് തണലേകുക എന്നത്, അതാണ് ഏറ്റവും ദൈവികമായ കർമ്മം എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാം. മനുഷ്യനെ കാണാൻ സാധ്യമാകുന്നിടത്താണ് നമുക്ക് ദൈവത്തെയും കാണാൻ കഴിയേണ്ടത്. ദൈവം അവിടെ തന്നെയാകുന്നു എന്ന് പറഞ്ഞതും മതങ്ങൾ തന്നെയാണ്. എല്ലാ മതങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ദീനനായ മനുഷ്യന്റെ കൈപിടിക്കാനും അവന്റെ കണ്ണുനീരൊപ്പാനും കഴിയുന്നിടത്താണ് മതം അതിന്റെ അടിസ്ഥാന ധർമ്മം നിർവഹിക്കുന്നത്. ബൈബിളിലും അതുപോലെ തന്നെ പ്രവാചക വചനത്തിലും കാണാനാവും. നാളെ വലിയൊരു വിചാരണ വേദിയുടെ മുമ്പിൽ ദൈവം ഇങ്ങനെ ചോദിക്കുമത്രേ, ഞാൻ നിന്റെ മുമ്പിൽ ഒരു യാചകനായി വന്നിരുന്നു, നീ എന്തു ചെയ്തു എന്നോട് എന്ന്. ഞാൻ ഒരു രോഗിയായി കിടന്നിരുന്നു, നീ എന്നെ സന്ദർശിക്കാൻ എത്തിയിരുന്നോ എന്ന്. അങ്ങനെ എല്ലാ ദൈന്യമായ ഭാവങ്ങളുടെയും പ്രതിരൂപമായി നിന്നുകൊണ്ട് ദൈവത്തിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ അടിമ ഉത്തരം നൽകുന്ന ഒരു ഉത്തരം ഇതായിരിക്കും: നീ പ്രപഞ്ചനാഥനാണ്, എങ്ങനെ രോഗിയായെന്നാണ്, നീ എങ്ങനെ യാചകനായി എന്നാണ് പറയുന്നത് എന്ന ചോദ്യത്തിന് ഒറ്റ മറുപടിയെ ദൈവത്തിന് പറയാൻ സാധിക്കുന്നുള്ളൂ. അതിതാണ്: നിന്റെ മുമ്പിൽ വന്ന യാചകൻ, നിന്റെ മുമ്പിൽ വന്നിരുന്ന പതിതൻ, നിന്റെ മുമ്പിലൂടെ നടന്നുപോയ പാവപ്പെട്ട രോഗി, സകല പീഡകളും അനുഭവിക്കേണ്ടി വരുമ്പോഴും നിന്റെ നേരെ ദയക്കു വേണ്ടി ഒന്ന് നോക്കുമ്പോൾ പോലും അഹങ്കാരത്തിന്റെയും ഉദ്ധൃതയുടെയും ഭാവത്തോടുകൂടെ നീ നിൽക്കുമ്പോൾ ഞാനായിരുന്നു അത് എന്ന് കാണാൻ സാധിക്കുന്നിടത്താണ് എന്റെ ധർമ്മനിർവഹണം എന്ന് പറയുകയാണ് അവിടെ ആ വിചാരണവേളയിൽ ചെയ്യപ്പെടുന്നത് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. സത്യത്തിൽ ഇവിടെ ബഹുമാന്യനായ ഹരിസാറിനെ പോലെയുള്ള ആളുകൾ ചെയ്യുന്നത് ആ വലിയ മാനവിക ധർമ്മമാണ്, മതപരമായ ധർമ്മമാണ്.